ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഒന്നല്ല, രണ്ട് രീതിയിൽ ഇന്നത്തെ ഡേ സ്പെഷ്യലാണ്. ഫസ്റ്റ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, സെപ്റ്റംബർ 4. സോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇന്ന് ഉത്രാടമാണ്. നാളെ തിരുവോണമാണ്, ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം ഞാൻ ആക്ച്വലി ലീവല്ലായിരുന്നു കേട്ടോ, വർക്കായിരുന്നു. ഞാൻ ചെന്നൈ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ലീവില്ല. ഞാൻ ഇന്നും നാളെയും മൺഡേയും ലീവ് എടുത്തേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് വീടിക്കൊന്ന് പ്രത്യേകം, അറ്റ്ലീസ്റ്റ് വീട് അമ്മ എല്ലാം ചെയ്തു. എൻ്റെ ആ റൂമും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കണം. പിന്നെ ബർത്ത്ഡേ അല്ലേ, എവിടെയെങ്കിലും ഒക്കെ പോകണം. അങ്ങനെ കുറേ ഹാപ്പനിങ്സ് ഉള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി, ബ്രഷൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി എനിക്ക് റൂം ക്ലീൻ ചെയ്യണം. റൂം ക്ലീൻ ചെയ്തതിന് ശേഷം താഴോട്ട് പോയിട്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. മറ്റേ ഈ എന്താ പറയുക, ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പരിപാടീസൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് എൻ്റെ ഹോൾ ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വന്നത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ എനിക്ക് അഡ്രസ്സ് കൊടുത്തത് മാറിപ്പോയി. അപ്പം ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണമായിരുന്നു ഒരു ദിവസം. അതായത് ഞാൻ 2 വീക്സ് കണ്ടിന്യൂസ്ലി വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഫ്ലാറ്റിൽ കയറി ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നു. നല്ല വെയിറ്റായിരുന്നു. പിന്നെ ബസ്സിലാണ് വന്നത്. അപ്പം എനിക്ക് എല്ലാം മറ്റേ ക്ലേയുടെ സാധനമായിരുന്നു. സോ അതൊക്കെ പൊട്ടിപ്പോവും അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എനിവേയ്സ് ഒന്നിനും ഒരു ഡാമേജും വരാണ്ട് എനിക്കിങ്ങനെ എത്തിക്കാൻ പറ്റി. ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചെന്ന് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും കൂടെ ചേർത്തിട്ട് ഞാൻ വാങ്ങിയതാണ്. ആക്ച്വലി പക്ഷേ മീഷോയിൽ നിന്ന് ഞാൻ 2 ബുക്ക് ചെയ്തു. വേറൊരു ബുദ്ധയും പിന്നെ വേറെ എന്തൊരു സാധനവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അത് തന്നെ അതിൻ്റെ സെല്ലർ തന്നെ അത് ക്യാൻസൽ ചെയ്തു. ഞാൻ അതായിരുന്നു കൊടുത്തിരുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് എന്തായാലും ഓണവും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഇത് വൃത്തിയാക്കിയേ വേണം. അപ്പം അവിടുന്ന് ചിലന്തി വലയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഓരോ സാധനങ്ങളും ഞാൻ പറക്കി വെക്കുമായിരുന്നു. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുപാട് സമയം എടുത്തു ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പം പിന്നെ വെറുതെ നിങ്ങൾ കണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്. പലയിടത്ത് ഞാനിങ്ങനെ മാറ്റി വെച്ച് ട്രൈ ചെയ്തു. എന്താ രസമുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് കേട്ടോ, മുകളിൽ ഒരു ബുദ്ധനും പിന്നെ ഒരു കൃഷ്ണൻ്റെ കൈ വരുന്ന രീതിക്കുള്ള ഒരു സംഭവം. അതിന് എന്താ പറയേണ്ടതെന്നറിയില്ല. പിന്നെ ഈ കൊക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂരിൻ്റെ അവിടെ പോയിട്ട് വന്നിട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയൊരു ഷോക്കേസ് പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ ഈ ഒരു ചെയർ കുറേ നാളായി ഞാനിതൊന്ന് എന്താ പറയുക പൊടിയൊക്കെ അടിച്ച് കളഞ്ഞിട്ട്. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. ഫുൾ ടൈമും പൊടിയും അതൊക്കെ ആയിട്ട് ഇതിനകത്ത് ഫുള്ള് പൊടിയായിരുന്നു. ഈ പൊടിയൊക്കെ അടിച്ച് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെ. ഇപ്പോഴും എനിക്ക് ജലദോഷമാണ്. എനിക്ക് ഈ പൊടി കുറച്ച് കയറുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് സൈനസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു വാക്യൂം ക്ലീനർ എടുത്ത് ഇത് ഫുള്ള് വൃത്തിയാക്കുകയാണ്. ഈ വാക്യൂം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തുമ്മലാണ്, ഫുൾ ടൈം തുമ്മലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ അത് മാറിയിട്ടില്ല. പിന്നെ അതിൽ കുറേ
കുറേ ബ്രഷസും ട്യൂബ്സും നമുക്ക് മാറ്റി. ഇത് കുറേ വർഷമായിട്ടുള്ള വാക്യൂം ക്ലീനറാണ് കേട്ടോ. ഇപ്പോഴത്തെ ഇങ്ങനെ തന്നെയാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സോഫയുടെ ഈ ഗ്യാപ്സിലുള്ള പൊടികളുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര അടിച്ച് തുടച്ചാലും അല്ലെങ്കിൽ ഈ ക്ലോത്ത് കൊണ്ട് പിടിച്ചാലും ആ അഴുക്ക് പോകത്തില്ല. അത് വാക്യൂം ക്ലീനർ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റും കാര്യങ്ങളും പില്ലോ കവേഴ്സും എല്ലാം ഇട്ടു. പിന്നെ ഈ ഒരു ഇതിന് ഈ വാക്യൂം ക്ലീനർ ഞാൻ പറഞ്ഞ പഴയതായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. കുറേ നേരം എനിക്ക് ഈ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ എനിക്കൊരുമാതിരി ഹെഡ് ഏക്ക് പോലെ വരും. അങ്ങനെ ഞാനൊരു ബ്രഷൊക്കെ എടുത്തു ഈ ചെയറിൻ്റെ ബാക്കിലുള്ള ചിലന്തി വലയും കാര്യങ്ങളും ഒക്കെ അടിച്ചു. ആക്ച്വലി അമ്മ ചിലന്തി വലയും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. അപ്പം ഞാൻ ചെറുതായിട്ട് വന്നിട്ട് അമ്മയ്ക്ക് എത്താത്ത സ്ഥലത്തേക്ക് ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് അടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ പുറത്തെ കിച്ചണിൻ്റെ സൈഡിലുള്ളത് ഈ ഒരു ഗ്രില്ലിനകത്തുള്ളത് ഇത്രയും ദിവസം ലീവ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ ഫുള്ളി പാക്ഡ് ആയിരുന്നു ആ ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ തൂപ്പായിരുന്നു. നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് തൂത്തൂടല്ലോ. അപ്പം തലേന്ന് തന്നെ ഇതൊക്കെ തൂത്ത് തുടച്ചിടണം. അങ്ങനെ പിന്നെ തൂപ്പൊക്കെ തന്നെ ആയിരുന്നു കുറച്ച് നേരം. ഞാൻ മുകളിൽ വശം ഒന്നും ചെയ്തില്ല കേട്ടോ. അന്നത്തെ ദിവസം മുകളിലോട്ട് എനിക്ക് കയറാനേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. താഴെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇതൊക്കെ തൂത്ത് തുടച്ച് കഴിഞ്ഞപ്പോൾ മുറ്റം നോക്കിയാൽ മുറ്റത്ത് ഫുൾ അഴുക്ക്. ഈ ഒരു ലോക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ കഴുകിയിട്ടേ ഉണ്ടായിരുന്നു. 1-2 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 6 to 7 months കൊണ്ട് ഞാനിത് കഴുകിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇലക്ട്രിക് പമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് പിടിച്ചാലും ഈ പൊടികളും അഴുക്കുകളും ഒന്നും ഒക്കെ പോകാനായിട്ട് നല്ല താമസം എടുക്കും. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് അത് നന്നായിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അത് ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഇതൊരു ഞാൻ 1 hour തീർക്കണമെന്ന് വിചാരിച്ചു. ഒരു 2.5 hours എടുത്തു ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഫുള്ള് ഫ്ലോറൊന്നും ക്ലീൻ ചെയ്തില്ല, കുറച്ചൊക്കെ ക്ലീൻ ചെയ്തോളൂ. അവിടെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. പൊടിയും വണ്ടികളൊക്കെ അവിടെ അല്ലേ വെക്കണേ, അങ്ങനെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുമാതിരി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വണ്ടിയും എല്ലാം എടുത്ത് അവിടെ ഒതുക്കി വെച്ചു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ എൻ്റെ വണ്ടിയും കൊണ്ടാണ് കേട്ടോ വന്നത്. ജസ്റ്റ് എൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒന്ന് റൈഡ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ കുഞ്ഞിലേ തൊട്ടേ വണ്ടി ഓടിക്കും. ഏകദേശം ഞാനൊരു 7th standard ആയപ്പോൾ തൊട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഇപ്പോഴും തിരക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ തന്നെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. അതല്ലെങ്കിൽ ഞാൻ ബ്രദറിനെ വിളിക്കും, ആളും കൂടെ വന്നിട്ടാണ് വണ്ടി കൊണ്ടുവരാം. അങ്ങനെ ഏകദേശം എനിക്കൊരു സാറ്റിസ്ഫൈങ് കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് ഞാൻ ഫ്ലോറൊക്കെ കഴുകി. അതിനുശേഷം പിന്നെ എല്ലാം മലയാളീസിൻ്റെ വീട്ടിലുള്ളതുപോലെ ഓണം ആകുമ്പോൾ നമ്മൾ പുതിയ ടേബിൾ മേറ്റ് ഇടുക, നമ്മളുടെ കുഷന് പുതിയ കവറിട്ട് കൊടുക്കുക, അതൊക്കെ എല്ലാം മല്ലൂസിൻ്റെ വീട്ടിലുണ്ടല്ലോ. ഞങ്ങളവിടെ ഇങ്ങനെയാണ്. ഓണത്തിന് മുന്നേ വരെ നമ്മൾ വേറെ ഒരു ഷീറ്റും ഒക്കെയാണ് ഇടുന്നത്. ഓണസമയം ആകുമ്പോഴത്തേക്കും നല്ല പുതിയൊരു കവറും ഷീറ്റും ഒക്കെ എടുത്തിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. അതെ, ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു അന്ന്. അപ്പം ആക്ച്വലി ഞാൻ തിരുവനന്തപുരത്താകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും സ്കിപ്പ് ചെയ്യും കേട്ടോ. എനിക്കൊന്ന് ഫാറ്റ് ലോസിന് വേണ്ടി വെയിറ്റ് ലോസിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ വന്നിട്ട് ഒന്നും നടക്കില്ല. മധുരവും നല്ല കഴിപ്പാണ്. 3 നേരത്തിന് വരെ ഞാൻ 4 നേരമൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. പിന്നെ അന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അമ്മ ഫുഡ് ഉണ്ടാക്കിയത്. ഇടിയപ്പം ചിലപ്പോൾ ഇത്രയും വർക്ക് ചെയ്തിട്ടായിരിക്കും എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. പിന്നെ ഞങ്ങളിവിടെയൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പ്ലേറ്റൊക്കെ കഴുകുന്നത്. അങ്ങനെ കുറേ പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇനി നമുക്ക് കുറച്ച് തുണികളുണ്ട്, അത് നമുക്ക് വാഷിംഗ് മെഷീനിലിടാം. പിന്നെ താഴത്തെ പണി കുറച്ചൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി പണിയുടെ ബാക്കിയുണ്ട്, തൂക്കണം. പിന്നെ എനിക്ക് എൻ്റെ റൂം എന്തെങ്കിലും ചെയ്യണം. എൻ്റെ റൂം വലിയ പ്രശ്നമില്ല, എന്നാലും കുറച്ചൊക്കെ അലമ്പായിട്ട് കിടക്കാം. ഇതെല്ലാം ഞാൻ കഴുകാം. ഇന്ന് ഞാനെല്ലാം കഴുകാനായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കഴുകൽ പരിപാടിയിലേക്ക് പോകാം.
പിന്നെ വാഷ് മെഷീനിൽ ഇടാനായിട്ട് കുറേ തുണികളുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ എൻ്റെ ക്ലോത്ത്സ് എല്ലാം തന്നെ കഴിയും, വാഷ് മെഷീൻ യൂസ് ചെയ്തേ ഇല്ല. ബട്ട് ഇവിടെ വന്നു എനിക്ക് വാഷ് മെഷീനിൽ കഴുകാൻ പറ്റത്തുള്ളൂ. എനിക്ക് അല്ലാണ്ട് കഴുകാനേ പറ്റില്ല. സാധാരണ ഞാനിങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിലും വാഷ് മെഷീനിൽ ഇട്ടാൽ കുഴപ്പമില്ല. ബട്ട് അല്ലാത്ത ഡ്രസ്സൊന്നും എനിക്ക് ഇടാനായിട്ട് അത്ര താല്പര്യമില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്തായാലും വാഷ് മെഷീനിലിട്ട് കഴുകാം, എങ്ങനെ കഴുകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയെ. അതിന് ശേഷമാണ് പിന്നെ അകമൊക്കെ തൂത്തത്. ഇത് എന്നും തൂക്കുമെങ്കിലും നമ്മളെ വീട്ടിൽ അങ്ങനെ ചപ്പൽസ് യൂസ് ചെയ്യുന്നൊരു ഭയങ്കര കുഴപ്പം. ആരും യൂസ് ചെയ്യത്തില്ല, ഞാനും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ പുറത്തുനിന്ന് കയറി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊടിയും അഴുക്കും ഒക്കെ ആവും. എപ്പോഴും പൊടിയായിരിക്കും അവിടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറേ പൊടികൾ ഒക്കെ ഉണ്ടാവും. അതിന് ശേഷം പിന്നെ തൂത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു പുതിയ എന്താ പറയണേ, ബക്കറ്റ് വിത്ത് സ്പോഞ്ച്, എന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. അതായത് നന്നായിട്ട് ഡ്രൈ ആവും. ഞാൻ തുടയ്ക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം കോരി ഒഴിച്ചാണ് ഞാൻ തുടയ്ക്കാറ്. എനിക്ക് ഒരുപാട് വെള്ളം കോരി ഒഴിക്കുക, അങ്ങനെ ഞാൻ തുടച്ചത് ഉണങ്ങാൻ തന്നെ ഒരു 2-3 മണിക്കൂർ എടുക്കും. ഇതാകുമ്പോൾ നല്ല ഡ്രൈ ആക്കി തുടയ്ക്കാം. അയ്യോ, അപ്പം തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു കുളിയും ഡ്രസ് ചേഞ്ച് ചെയ്യലും. അതായത് അവർ പെട്ടെന്ന് വന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും കറക്റ്റ് ടൈം കിട്ടില്ല. പിന്നെ അവർ കുറേ ഡ്രസ്സസ് കൊണ്ടുവന്നു. ഇന്ന് അവർ കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ. പിന്നെ വേറെ 2 ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ അപ്പോൾ റിഹേഴ്സൽ ചെയ്യും, അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയൊക്കെ ആയിരുന്നു. സോ ഇനി ഞങ്ങൾ പുറത്ത് പോകും. അപ്പോൾ അവൻ വരും, അപ്പോൾ ആളൂടെ എനിക്ക് പുറത്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡിയാവാം. അങ്ങനെ പെട്ടെന്നായിരുന്നു അവർ വന്നതും ഞാൻ കുളിച്ച് റെഡിയായി നിന്നതും ഒക്കെ. അതിനുശേഷം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ പുറത്ത് പോകണം. പുറത്ത് പോകാനായിട്ട് ഉള്ളൊരു മേക്കപ്പാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, കണ്ണെഴുതുക, ലിപ്സ്റ്റിക്ക് ഇടുക, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോ കുറേ അങ്ങ് ലെന്തി ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി വെച്ചത്. പിന്നെ ഞാനിങ്ങനെ മേക്കപ്പ് എവിടെയെങ്കിലും പോകുമ്പം ഒരുങ്ങുന്നത് എപ്പോഴും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാം. ആക്ച്വലി ഞാൻ താഴെ കണ്ണെഴുതുന്നത് പ്രിഫർ ചെയ്യൂല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ആഫ്റ്റർനൂണൊക്കെ വെളിയിൽ പോകുമ്പോൾ നല്ല ചൂടാവും. ഞാൻ വിയർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഭയങ്കരമായിട്ട് സ്മഡ്ജാവും. ബട്ട് എനിക്കെന്തോ ഈ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെ എഴുതാൻ തോന്നുന്നു. സ്മഡ് പ്രൂഫ് ഒന്നുമല്ല, ഇത് സമേത ആയുർവേദിക്സിൻ്റെയാണ് കേട്ടോ. ഞാൻ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പം ഇത് നന്നായിട്ട് സ്മഡ്ജ് ആവാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. ബട്ട് സ്റ്റിൽ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് എന്താ കേക്ക് മുറിച്ചതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാമേ. എനിക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നായിരുന്നു അവർ വന്നത്. 3 എന്ന് പറഞ്ഞിട്ട് അവർ 12:30 വന്നു. ഞാൻ കുളിക്കാൻ പോയിരുന്നു അപ്പോഴേക്കും. ഓക്കെ, ഹെയർ ഞാൻ പോണിറ്റെയിൽ കെട്ടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ചൂടാക്കാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, ഒരു സൺസ്ക്രീൻ ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, കണ്ണെഴുതി. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് വന്നപ്പം ദുബായിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഹെയർ സ്പ്രേ ആണിത്, പെർഫ്യൂമാണിത്. നല്ല സ്മെല്ലാണ്. അപ്പം അതും കൂടി ഇടണം. വേറെയൊന്നുമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാം. പിന്നെ എനിക്ക് വന്നിട്ട് അത്തപ്പൂക്കളം ഇടണം, അതിന് കുറച്ച് പൂക്കൾ വാങ്ങിക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം അതിനാണ് കേട്ടോ പോകുന്നത്. നാളെ തിരുവോണമാണല്ലോ, അപ്പോൾ അത്തപ്പൂക്കളമൊക്കെ ഇടാനുള്ള പൂവൊക്കെ ഒന്നും ഞാൻ മേടിച്ചില്ല, അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പോയിട്ട് അതിൻ്റെ വിശേഷം വരാം. അങ്ങനെ പിന്നെ ഞാൻ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി. ഒരു 2 മണിയായപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഞാൻ ഫോൺ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതിനെ പിന്നെ ഞാൻ ഫോണെടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു റോഡുകളും
ഒക്കെ തന്നെയാണ്. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവും. മോസ്റ്റ്ലി ഞങ്ങൾ എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെൻറ്റ് അങ്ങനെയൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു, എല്ലാവർക്കും അറിയാം, ബട്ട് ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ വരുന്നത്. കാപ്പിൽ ബീച്ചാണ് കേട്ടോ അത്. കാപ്പിലാണ് ഞങ്ങൾ പോവാറ്. എപ്പോഴും എൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാൽ, സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിലല്ല, എന്നാലും ജസ്റ്റ് ചുമ്മാ പോയി അവിടുന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സാധനമാണ് കോളിഫ്ലവർ ബജ്ജി. അത് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ബജ്ജി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കോളിഫ്ലവർ ബജ്ജി. പിന്നെ ഇത് ഞാൻ കുറേ നാൾ കഴിക്കണമെന്ന് വിചാരിച്ച ഒരു സാധനമാണ് പൊട്ടറ്റോ ഫ്രൈ. ഇതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്രിസ്പി ആയിരുന്നു. ഇവരെന്തൊക്കെയോ സോസൊക്കെ ഒഴിച്ച് തരുമേ, അതെനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല, ഡയറക്റ്റ് ഇതാണ് കഴിച്ചത്. ഇതാണ് പൊഴി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും. അപ്പോൾ ഈ കായലിൽ ചെന്നിട്ട് കടലിൽ ചേരുന്ന സ്ഥലം പൊഴി എന്ന് തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ആ വഴി കൂടെ ഞങ്ങൾക്ക് പിന്നെ കൊല്ലത്ത് പോകണമായിരുന്നു. കൊല്ലത്ത് പോകേണ്ടത് എനിക്ക് പൂ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് പോയത്. അപ്പോൾ ആ വഴിയിൽ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ കൊല്ലത്തെത്താം. ഇതൊരു ഐലൻഡാണ് കേട്ടോ. ഈ കായലിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം കര പോലുള്ളത്. അത് അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടെ പോകാനൊക്കെ. പിന്നെ ഞങ്ങൾ തീരദേശ റോഡിലൂടെയാണ് കൊല്ലംകാർക്കൊക്കെ അറിയാവുന്ന തീരദേശ റോഡിലൂടെയാണ് പോകുന്നത്. വഴി ഭയങ്കര ചെറുതാണ്, കുറച്ച് കട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയ്ക്ക് സ്മൂത്ത് റോഡൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് പോകുന്നത്. ഞങ്ങൾ പോയത് ഉച്ചയ്ക്കായിരുന്നു, അതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങാനും ഒന്നും പറ്റില്ല. എനിക്ക് ആക്ച്വലി ഇറങ്ങി നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയത് ഭയങ്കര വെയിലൊക്കെ ഉള്ള സമയത്താണ്. പിന്നെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര എന്താ പറയുന്നത്, റോഡ് കുറച്ച് മോശമാണ്. ഒരു വണ്ടിക്ക് ഒരു സമയത്ത് പോകാൻ പറ്റുള്ളൂ, വേറൊരു വണ്ടി വരികയാണെങ്കിൽ ഇവിടെ സ്റ്റക്കൊക്കെ ആവും. പക്ഷേ ഈ എന്താ പറയുക, ഈ ഒരു ആംബിയൻസിൽ പോവാന്ന് പറയുന്നത് രസമാണ്. കുറച്ചുകൂടെ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിരുന്നു. അപ്പോൾ ഇവിടെ കുറേ നേരം നിൽക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ പിറ്റേന്ന് തിരുവോണമാണല്ലോ, നമുക്ക് കുറേ പരിപാടീസ് ഉണ്ട്. പൂവൊക്കെ നുള്ളിയിടണം, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാനൊരു 7:30 ആയപ്പോഴേക്കാണ് കേട്ടോ വന്നത്. പിന്നെ ഈ പൂ ഞാൻ വാങ്ങിയത് RP മാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് കേട്ടോ, കത്തി റേറ്റാണ് പൂവിന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും രൂപയ്ക്ക് ഞാൻ പൂ വാങ്ങിക്കുന്നത്. ബട്ട് ഞാൻ വാങ്ങിക്കേണ്ടി വന്നു, വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഞാനും അമ്മയും കൂടി ഇരുന്നു പൂവൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് വാടാമല്ലി കൊടുത്തു. വാടാമല്ലി കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എടുക്കാനായിട്ട്, അപ്പോൾ അത് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ പോയൊരു കളം വരച്ചു. എന്തിനാണ് ഈ കളം വരച്ചതെന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് ഞാൻ അത്ത് വിടാനായിട്ട് വരച്ച കളത്തിൽ ഞാൻ വിചാരിച്ച ഡിസൈനിലേ അല്ല അത്തം വന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 7 to 8 ഇയേഴ്സായി ഞാൻ അത്തപ്പൂക്കളം ഇട്ടിട്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതൽ ഞാൻ അത്തപ്പൂക്കളം ഇടാറില്ല. കാരണം ഞങ്ങളെ മുറ്റം ശരിയല്ലായിരുന്നു, ഒരുപാട് എന്താ പറയുക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്തപ്പൂക്കളം ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ മുറ്റം റെഡിയാക്കിയത്. മുറ്റം റെഡിയാക്കിയിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അതുകൊണ്ട് ഞാൻ അത്തപ്പൂക്കളം ഇടാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരുപാട് ഫോൾസും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടി ഇട്ട്, ഞാൻ ഇടുന്ന സ്ഥലത്ത് അമ്മ വേറെ കളറൊക്കെ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സന്തോഷമാണല്ലോ മുഖ്യം. അങ്ങനെ പിന്നെ ഞാൻ ഡിസൈനൊക്കെ വരച്ച് വെച്ചിരുന്നു, പക്ഷേ ഒട്ടും ആക്യുറേറ്റ് ആയിട്ട് വന്നതില്ല, എങ്ങനെയൊക്കെയോ ആയി. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ യൂട്യൂബ് നോക്കിയൊരു ഡിസൈനൊക്കെ വരച്ച് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് സ്റ്റേറ്റസ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്റ്റേറ്റസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ പൂക്കളം ഇട്ടേക്കുന്നത്. അങ്ങനെ ഡിസൈനൊക്കെ വരച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആണേ. നെക്സ്റ്റ് ഡേയിൽ രാവിലെ വന്നിട്ട് ഞാൻ ഈ പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഏകദേശം 8 കളർ ഉണ്ടായിരുന്നു 7 കളർ പൂവും, ഒന്ന് നമ്മളെ ഇലകളുമായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഓറഞ്ച് ജമന്തിയും കുറച്ച് മഞ്ഞ ജമന്തി ഞങ്ങളിവിടെ തന്നെ ഒരു ചേച്ചി കൾട്ടിവേറ്റ് ചെയ്തതാണ് കേട്ടോ.
അത് ആളുടെ ഒരു ഫസ്റ്റ് ടൈം ട്രൈ ആയിരുന്നു, പക്ഷെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്ക് കൊടുക്കാനൊക്കെ പറ്റി. ഞാനൊരു 75 റുപ്പീസിനൊക്കെ പൂ വാങ്ങിച്ചു. അതെന്തോരം പൂവുണ്ടായിരുന്നു, 75 രൂപയ്ക്ക്. അവിടെ നിന്ന് ഞാൻ വാങ്ങിയ പൂ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കൂടുതലായിരുന്നു. കൊല്ലത്തൊക്കെ ഭയങ്കര കത്തി റേറ്റ്, കൊല്ലത്തല്ല എല്ലായിടത്തും ഭയങ്കര കത്തി റേറ്റ് ആയിരിക്കും ഓഫ് കോഴ്സ്. ആ ഒരു ഓണ സമയമാണല്ലോ. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡിസൈൻ. പക്ഷേ വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയി. അങ്ങനെ പിന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന കുറച്ചൊരു വീഡിയോയും കൂടെ ഞാൻ അതിനകത്ത് അപ്പൻഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം.